+1 എക്കണോമിക്സിന്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ്. അതിന്റെ ഒന്നാമത്തെ ഭാഗം നിങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ അവസ്ഥ, ഫോറിൻ ട്രേഡ്, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ടോപ്പിക്കുകളാണ്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമാണിത്. നിങ്ങൾ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുകയും അതിൻ്റെ ആവശ്യമായ നോട്ട് കുറിച്ചെടുക്കുകയും ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ കാർഷിക മേഖലയുടെ അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചാണ്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ അഥവാ വ്യാവസായിക മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം, ബ്രിട്ടീഷ് എക്കണോമിക് പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്, മെയിൻ എയിം എന്തായിരുന്നു നിങ്ങൾ നേരത്തെ അറിയാം അല്ലെ? ഒന്നാമതായിട്ട് ടു കൺവേർട്ട് ഇന്ത്യ ആസ് എ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസ് ടു ബ്രിട്ടൻ. രണ്ടാമതായിട്ട് ടു കൺവേർട്ട് ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഓഫ് ബ്രിട്ടീഷ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. അപ്പൊ രണ്ട് ലക്ഷ്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ഇന്ത്യയെ അസംസ്കൃത വസ്തുക്കളുടെ ഒരു എക്സ്പോർട്ടർ, ഒരു കയറ്റുമതിക്കാരൻ മാത്രമായിട്ട് ചുരുക്കുക. എവിടേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്? ബ്രിട്ടനിലേക്ക് വ്യവസായത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ കയറ്റി അയക്കുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക. രണ്ടാമത്തെ കാര്യം, ബ്രിട്ടനിൽ നിർമ്മാണം പൂർത്തിയാക്കിയ, ബ്രിട്ടനിൽ ഉണ്ടാക്കിയെടുത്ത ഉൽപ്പന്നങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നതിനുള്ളൊരു സ്ഥലമാക്കി, ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട രണ്ട് സാമ്പത്തിക ലക്ഷ്യങ്ങൾ. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചതുകൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ആണ് ഇന്ത്യയുടെ വ്യാവസായിക മേഖലയിൽ ഉണ്ടായത്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇമ്പാക്റ്റ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ വ്യാവസായിക മേഖലയിൽ ഉണ്ടാക്കിയ പ്രതിഫലനം എന്താണ്? ആദ്യമായിട്ട് പറയാനുള്ളത്, ബ്രിട്ടീഷ് കാലത്ത് കൊളോണിയൽ ഭരണകാലഘട്ടത്തില് ഇൻഡസ്ട്രിയൽ സെക്ടർ ഡിഡ് നോട്ട് ഡെവലപ്പ്. ഇൻഡസ്ട്രിയൽ സെക്ടർ തീരെ വളർന്നില്ല, വികസിച്ചില്ല. ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് വെർ ഡിസ്ട്രോയിഡ്. വളരെ പേരുകേട്ട ഇന്ത്യയുടെ കരകൗശല വ്യവസായങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചു. മാസീവ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ അതിരൂക്ഷമായി മാറി. ലോക്കൽ ഗുഡ്സ് റീപ്ലേസ്ഡ് വിത്ത് ഫോറിൻ ഗുഡ്സ് അല്ലെ? നമ്മുടെ തദ്ദേശീയമായിട്ട് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം വിദേശത്ത് നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങി, ചെലവഴിക്കാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് വാസ് വെരി ലോ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ്. വ്യാവസായിക വളർച്ചാ നിരക്ക് വളരെ കുറവായിരുന്നു. ദ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഡിഡ് നോട്ട് ഡെവലപ്ഡ്. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഒരു വ്യവസായം തുടങ്ങുന്നതിന് ആവശ്യമായ മെഷീനറി ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്, അഥവാ മൂലധന വസ്തുക്കൾ എന്ന് പറയുന്നത്. ഈ മൂലധന വസ്തുക്കളുടെ വ്യവസായങ്ങൾ ഒരു കാലത്തും ഇന്ത്യയിൽ വികസിച്ചില്ല, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തില്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിൽ വലിയ തകർച്ചയാണ് ഉണ്ടായത്, ഒട്ടും വളർച്ചയുണ്ടായില്ല. ഇപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് നിങ്ങൾക്ക് അറിയാലോ, മൂലധന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ്. ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന മെഷീൻസ് ഒരു ക്യാപിറ്റൽ ഗുഡാണ്. അതുപോലുള്ള വസ്തുക്കളാണ് ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ ഫ്രം ഇൻഡസ്ട്രി ടു GDP വാസ് ലോ. GDP, അതെ, നിങ്ങൾക്ക് അറിയാലോ, ദേശീയ വരുമാനത്തിന്റെ ഒരു സൂചകമാണ് GDP എന്ന് പറയുന്നത്. വ്യാവസായിക മേഖലയിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന വളരെ കുറഞ്ഞു. ജൂട്ട് ഇൻഡസ്ട്രീസിന്റെ കാര്യമാണ് മറ്റൊന്ന്. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായമായിരുന്നു ജൂട്ട് ഇൻഡസ്ട്രി അഥവാ ചണ വ്യവസായം. ദാറ്റ് കോൺസെൻട്രേറ്റഡ് അറ്റ് ബംഗാൾ. അത് ബംഗാളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതിന് കാരണം, ചണ വ്യവസായങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രിട്ടീഷ് വ്യവസായികളായിരുന്നു, ബിസിനസ്മാൻമാരായിരുന്നു. അത് പൂർണ്ണമായിട്ടും അവർ ബംഗാളിലേക്ക് മാറ്റി. സ്വാഭാവികമായിട്ടും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ബംഗാൾ വിഭജിച്ചു. പൂർണ്ണമായും ചണ വ്യവസായങ്ങൾ ബംഗാളിലേക്ക് പോവുകയുണ്ടായി. മറ്റൊന്ന്, ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് അഫക്റ്റഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ മൂലധന വ്യവസായങ്ങൾ, ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് വളർത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചില്ല. അത് ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തെ, ഇൻഡസ്ട്രിയലൈസേഷനെ വിപരീതമായി ബാധിച്ചു, മോശമായിട്ട് ബാധിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും
ചില വ്യവസായങ്ങൾ, ചില മോഡേൺ ഇൻഡസ്ട്രീസ്, പ്രധാനമായിട്ടും കോട്ടൺ ഇൻഡസ്ട്രി, ജൂട്ട് ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി, സിമന്റ് ഇൻഡസ്ട്രി, പേപ്പർ, ഷുഗർ, ഇത്തരം വ്യവസായങ്ങളൊക്കെ നേരിയ തോതിൽ വളരാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടമായപ്പോഴേക്കും നല്ലൊരു വളർച്ച കാണിച്ചു. ഈ കാലയളവിലാണ് പ്രത്യേകിച്ച് 1907 ജാംഷെഡ്ജി ടാറ്റ എസ്റ്റാബ്ലിഷ്ഡ് ടിസ്കോ. എന്താണ് ടിസ്കോ? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന ഇരുമ്പുരുക്കി വ്യവസായം അഥവാ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി ജാംഷെഡ്ജി ടാറ്റ സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച ഈ വ്യവസായം നിലകൊള്ളുന്നത് ജാംഷഡ്പൂർ എന്ന് പറയുന്ന ബീഹാറിലെ ഒരു സ്ഥലത്താണ്. ജാംഷഡ്പൂർ അന്നത്തെ കാലത്ത് ബീഹാറിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ജാംഷഡ്പൂർ. അവിടെയാണ് അദ്ദേഹം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചത്. ഇൻഡസ്ട്രിയൽ സെക്ടർ പോലെ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടായ മറ്റൊരു മേഖലയാണ് ഫോറിൻ ട്രേഡ്. നമുക്ക് ഫോറിൻ ട്രേഡ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാം. ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ, അല്ലെ? നമുക്കറിയാം, ബ്രിട്ടീഷ് ഹാവ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിന്റെ കാര്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്നു, പരിപൂർണ നിയന്ത്രണമായിരുന്നു, അല്ലെ? അതുകൊണ്ടാണല്ലോ ഫ്രം ആൻ എക്സ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇന്ത്യ ബിക്കെയിം ആൻ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ ഒരു കയറ്റുമതിക്കാരനായിരുന്നു. നല്ല പോപ്പുലർ ആയിട്ടുള്ള വസ്തുക്കളുടെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. അതിൽ നിന്നും അത്തരം വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി. പ്രത്യേകിച്ച് ബ്രിട്ടനിൽ നിർമ്മിച്ച വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യസ് ട്രേഡ് വോള്യൂം ഗ്രൂ ആൻഡ് ക്രിയേറ്റഡ് ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ്. ഇന്ത്യയുടെ ട്രേഡിന്റെ അളവ് വല്ലാണ്ട് കൂടിയിരുന്നു, വളർന്നിരുന്നു. അതോടൊപ്പം തന്നെ അത് വലിയ കയറ്റുമതി മിച്ചം തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നു. എന്താ കയറ്റുമതി മിച്ചം എന്ന് പറഞ്ഞാല്? നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കയറ്റുമതി കൂടുമ്പോഴാണ് കയറ്റുമതി മിച്ചം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കയറ്റുമതി മിച്ചം തന്നെ നമുക്ക് ഈ ട്രേഡിലൂടെ ലഭിച്ചിരുന്നു. പക്ഷേ ദിസ് സർപ്ലസ് ഡിഡ് നോട്ട് ബെനിഫിറ്റ് ടു ഇന്ത്യ. ഈ സർപ്ലസ്, ഇങ്ങനെ കിട്ടിയ കയറ്റുമതി മിച്ചം നമുക്കത് ഗുണം ചെയ്തില്ല. അത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്വത്തിൽ വലിയ ചോർച്ചയുണ്ടായിട്ടുണ്ട്, അല്ലെ? ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ബ്രിട്ടൻ ആസ് എക്സ്പെൻഡിച്ചർ ഓഫ് വാർ, ഓഫീസ് സെറ്റപ്പ്, ഇമ്പോർട്ട് ഓഫ് ഇൻവിസിബിൾ ഐറ്റം, അല്ലെ? ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെയാണ് ഡ്രെയിൻ ചെയ്തത്, ചോർന്നു പോയത്? ആസ് എ എക്സ്പെൻഡിച്ചർ ഓഫ് വാർ. അത് യുദ്ധത്തിനുള്ള ചെലവായിട്ട്, ബ്രിട്ടീഷുകാർ നടത്തിയത് യുദ്ധത്തിനുള്ള ചെലവായിട്ട്. ഓഫീസ് സെറ്റപ്പ്, അവരുടെ ഓഫീസ് നിർവഹണത്തിനുള്ള ചെലവായിട്ട്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ ചെലവുകളായിട്ട് അത് കൊണ്ടുപോയി. ഇമ്പോർട്ട് ഓഫ് ഇൻവിസിബിൾ ഐറ്റം, അതുപോലെ നമുക്ക് കാണാത്ത, നമുക്കറിയാത്ത, ഇന്ത്യക്കാർക്ക് അറിയാത്ത പല സേവനങ്ങളും മറ്റും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതിനുള്ളൊരു പ്രതിഫലമായിട്ടും അവർ ഇന്ത്യയുടെ സ്വത്ത് കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ സ്വത്ത് ചോർന്നു പോയത്. ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് അതിന് ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല അവരുടെ ചെയ്തികൾ. മോർ ദാൻ ഹാഫ് ഓഫ് അവർ ട്രേഡ് റെസ്ട്രിക്റ്റഡ് ടു ബ്രിട്ടൻ. നമ്മുടെ ട്രേഡിന്റെ പകുതിയും ബ്രിട്ടനിലേക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തി. ബാക്കിയുള്ള 50% മാത്രമേ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് ട്രേഡ് നടത്താൻ അനുവദിച്ചിരുന്നുള്ളൂ. സൂയസ് കനാൽ വാസ് ഓപ്പൺഡ് ഇൻ 1869. 1869 സൂയസ് കനാൽ ഓപ്പൺ ചെയ്തു. അതുകൊണ്ട് എന്താ കുഴപ്പം? നമ്മുടെ രാജ്യത്തേക്കുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ട്രേഡ് റൂട്ട് തന്നെയായിരുന്നു സൂയസ് കനാല്. പക്ഷേ ആ ട്രേഡ് റൂട്ട് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും എക്സ്പ്ലോയിറ്റേഷൻ നടത്താൻ, ചൂഷണം നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചത്. നമുക്കറിയാം, സൂയസ് കനാൽ ഓപ്പൺ ചെയ്തതോടുകൂടി ഇന്ത്യക്കും യൂറോപ്പിനും ഇടയിലുള്ള ദൂരം വളരെയധികം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രേഡുമായി ബന്ധപ്പെട്ട ചെലവും വളരെയധികം കുറഞ്ഞു. പക്ഷേ ആ ട്രേഡിനുള്ള ആ ലാഭം, ആ സമയത്തുള്ള ലാഭം പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. അത് വളരെ ഈസിയാക്കി മാറ്റി അവരെ സംബന്ധിച്ചിടത്തോളം. സൂയസ് കനാൽ അവർ അങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്. ഇനി നമുക്ക് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ അഥവാ ജനസംഖ്യാപരമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു പരിശോധിക്കാം. നമുക്ക് ആദ്യം അതിനു മുമ്പായിട്ട് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജനസംഖ്യാ മാറ്റ സിദ്ധാന്തത്തെ കുറിച്ചൊന്ന് അറിയണം. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജനസംഖ്യാ മാറ്റം, അതുമായി ബന്ധപ്പെട്ട തിയറി ഒന്ന് അറിയണം. ജനസംഖ്യാ മാറ്റ സിദ്ധാന്തത്തിന് 3 സ്റ്റേജുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെയധികം കൂടുതലായിരിക്കും, ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ്. രണ്ടാമത്തെ സ്റ്റേജ് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ജനന നിരക്ക്, താഴ്ന്ന മരണനിരക്ക്. മൂന്നാമത്തെ സ്റ്റേജിൽ ലോ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെയധികം കുറവായിരിക്കും.
ഇതാണ് ജനസംഖ്യാ മാറ്റ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ 3 സ്റ്റേജുകളിൽ ഒന്നാമത്തെ സ്റ്റേജിൽ വരുന്നത് പ്രധാനമായിട്ടും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. പ്രത്യേകിച്ച് വ്യാവസായികമായിട്ടും കാർഷികപരമായിട്ടും വളരെ പിന്നോക്കാവസ്ഥയിലുള്ള രാജ്യങ്ങളാണ്. വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും വളരെയധികം പരിതാപകരമായ രാജ്യങ്ങളാണ് ഒന്നാമത്തെ സ്റ്റേജിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത് ഡെവലപ്പിംഗ് നാഷൻസ് ആണ്. ഇന്ത്യ പോലുള്ള വികസിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളാണ്. സേവന മേഖലയിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിലും ഒക്കെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. മൂന്നാമത്തെ സ്റ്റേജിൽ ഡെവലപ്ഡ് നാഷൻസ് അഥവാ വികസിത രാജ്യങ്ങളാണ്. അമേരിക്ക പോലുള്ള, ഫ്രാൻസ് പോലുള്ള, ജർമ്മനി പോലുള്ള രാജ്യങ്ങളാണ് മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്നത്. ഇന്ത്യ ആദ്യം ഈ രണ്ടാമത്തെ സ്റ്റേജിലല്ലായിരുന്നു. എങ്കിലും പിന്നീട് അത് എത്തുകയാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഈ സ്റ്റേജിലേക്ക് എത്തിയെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് നമുക്കറിയാലോ. 1881 ഇന്ത്യയിൽ ഫസ്റ്റ് സെൻസസ് നടക്കുന്നത്. 1881 ശേഷം ഇന്ത്യയിൽ എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടക്കാൻ തുടങ്ങി. അത് റെഗുലറായി മാറി. 1881 ശേഷമാണ് ഇന്ത്യയിൽ സെൻസസ് റെഗുലറായത്. 1921 വരെ ടിൽ 1921 ഇന്ത്യ വാസ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. 1921 വരെ ഇന്ത്യ ജനസംഖ്യ മാറ്റ സിദ്ധാന്തത്തിന്റെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയുടെ ഒന്നാമത്തെ സ്റ്റേജിലായിരുന്നു. ആഫ്റ്റർ 1921 ഇന്ത്യ എൻറ്റേർഡ് ഇൻ ടു സെക്കൻഡ് സ്റ്റേജ്. 1921 ശേഷമാണ് ഇന്ത്യ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പൊ ഇന്ത്യ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തിയത് 20ാം നൂറ്റാണ്ടിലെയാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭൂരിഭാഗം കാലഘട്ടങ്ങളിലും ഇന്ത്യ നിലനിന്നിരുന്നത് ജനസംഖ്യാ മാറ്റത്തിന്റെ ഒന്നാമത്തെ സ്റ്റേജിലായിരുന്നു. ഇനി നമുക്ക് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ ജനസംഖ്യാപരമായ കണ്ടീഷൻസ്, അവസ്ഥകൾ പോയിന്റ് വൈസ് ആയിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം, ലിറ്ററസി ലെവൽ വാസ് ലെസ് ദാൻ 16%. മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് 16% കുറവായിരുന്നു. ഫീമെയിൽ ലിറ്ററസി വാസ് 7%. സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് വെറും 7%. മോർട്ടാലിറ്റി റേറ്റ് വാസ് ഹൈ. മരണനിരക്ക് വളരെയധികം കൂടുതലാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ശിശു മരണ നിരക്ക് ദാറ്റ് വാസ് 218 ആയിരുന്നു. 218 എന്ന് പറയുമ്പോൾ 1000 പേര് ജനിക്കുമ്പോൾ അതിൽ 218 കുട്ടികൾ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം. അതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി. ഇന്ന് അതെങ്ങനെയാണ്? ഇന്ന് 1000-ൽ 43.19 കുട്ടികളാണ് മരിച്ചു പോകുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അത്രയേ ഉള്ളൂ, 43.19. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ അത് 218 ആയിരുന്നു. നിങ്ങൾ ഓർത്തു വെക്കണം. ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ദാറ്റ് വാസ് ഓൾസോ വെരി ലോ. അത് വളരെ കുറവായിരുന്നു. 32 വർഷമായിരുന്നു. 32 വയസ്സ് വരെയായിരുന്നു നമ്മുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി 32 years, 32 വർഷം. ഈ ഡാറ്റകളൊക്കെ വളരെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. ഇപ്പോഴത്തെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 67.8 വയസ്സ് വരെ ആവറേജ് ഇന്ത്യക്കാരൻ ജീവിക്കുന്നു എന്നാണ് കണക്ക്. ഇപ്പോൾ നേരത്തെയുള്ള ഇന്ത്യ ഇരട്ടിയിലധികമായി ഇപ്പോഴത്തെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ വളർച്ച തന്നെയാണ്, യാതൊരു സംശയമില്ല. മറ്റൊന്ന്, എക്സ്റ്റെൻസീവ് പോവർട്ടി വാസ് പ്രസന്റ്. ദാരിദ്ര്യം എന്നത് സാർവത്രികമായിരുന്നു, എല്ലായിടത്തും ദാരിദ്ര്യം. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വേർ എയ്തർ അൺഅവൈലബിൾ. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ലഭ്യമേ അല്ലായിരുന്നു. ആരോഗ്യ പരിപാലന സൗകര്യങ്ങൾ ലോകത്ത് ഏറ്റവും കുറഞ്ഞ സാഹചര്യമാണ് ഈ കാലയളവിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ അഥവാ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ തൊഴിൽപരമായിട്ടുള്ള ഘടന. ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള. നമുക്കറിയാം, എംപ്ലോയ്മെന്റ് സെക്ടേഴ്സിനെ, തൊഴിൽ മേഖലകളെ 3 തിരിക്കാം. അതിൽ ഒന്നാമത്തത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടത് പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല. രണ്ടാമത്തത് സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖല. മൂന്നാമത്തെ ടെറിഷ്യറി സെക്ടർ അഥവാ തൃതീയ മേഖല. പ്രാഥമിക മേഖലയിൽ അഥവാ പ്രൈമറി സെക്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. കൃഷിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്? ഫോറസ്ട്രി, അല്ലെ, വനവൽക്കരണം അല്ലെങ്കിൽ വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ. ഫിഷിംഗ്, മത്സ്യബന്ധനം. അത് മാത്രമല്ല മൈനിങ്, അതുപോലെ ഖനി പ്രവർത്തനങ്ങൾ, കോറി പ്രവർത്തനങ്ങൾ. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, പ്രൈമറി സെക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെക്കൻഡറി സെക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രി ആണ്, അല്ലെ. നമുക്ക് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഈ ഇൻഡസ്ട്രീസ് ഒക്കെ പ്രധാനമായിട്ടും സെക്കൻഡറി സെക്ടറിലാണ്. അപ്പൊ ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ് അഥവാ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ഇതൊക്കെ പ്രധാനമായിട്ടും സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ടെറിഷ്യറി സെക്ടറിലേക്ക് വരുമ്പോൾ
തൃതീയ മേഖലയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും സേവന പ്രവർത്തനങ്ങളാണ്, സർവീസാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ പോലുള്ള, ടെലികമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ബാങ്കിങ് തുടങ്ങിയ പോലെയുള്ള സേവനങ്ങളൊക്കെ മൂന്നാമത്തെ സെക്ടറായിട്ടുള്ള ടെർഷ്യറി സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ ഈ മേഖലയെക്കുറിച്ച് നന്നായിട്ട് അറിയണം. ഈ മൂന്ന് മേഖലകളും അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസും നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് അത് വേർതിരിക്കാൻ വരുന്നതായിരിക്കും, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ ഒക്യുപ്പേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ ഈ മൂന്ന് മേഖലയിൽ ഓരോ മേഖലയിലും എത്ര ശതമാനം പേര് ജോലി ചെയ്തിരുന്നു എന്ന് പറയുമ്പോഴാണ് അത് ഒക്യുപ്പേഷൻ സ്ട്രക്ചർ എന്ന് പറയുക, തൊഴിൽപരമായിട്ടുള്ള ഘടന എന്ന് പറയുക. നമുക്കറിയാം, മൂന്ന് മേഖല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ, സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ, ടെറിസറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ, ഇങ്ങനെയൊക്കെ പറയാം. പ്രൈമറി സെക്ടറിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ പ്രധാനമായിട്ടും 70 മുതൽ 75% പേര് വരെ വർക്ക് ചെയ്തിരുന്നത്. ഇന്ത്യയിലെ മൊത്തം ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകൾ, അതാണ് വർക്ക് ഫോഴ്സ് എന്ന് പറയുക. അവരെ നമ്മൾ പറയുന്ന പേരാണ് വർക്ക് ഫോഴ്സ്. ജോലി ചെയ്യാനുള്ള ഒരു പ്രായപരിധി ഉണ്ടല്ലോ, 15 മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള ആളുകളാണ് വർക്ക് ഫോഴ്സ് എന്ന് പറയുക. ആ പ്രായത്തിലുള്ള 70 മുതൽ 75% ആളുകൾ വരെ കാർഷിക മേഖലയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മാനുഫാക്ചറിംഗ് മേഖലയിൽ 10% ആളുകളായിരുന്നു. സർവീസ് മേഖലയിൽ 15 മുതൽ 20% വരെ ആളുകൾ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ അന്നും വർക്ക് ചെയ്തിരുന്നത് കാർഷിക മേഖലയിലാണ്. ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സ് വർക്ക് ചെയ്തിരുന്നത് കാർഷിക മേഖലയിലാണ്. അത് 70 മുതൽ 75% വരെ ആയിരുന്നു. പിന്നീട് സേവന മേഖലയിൽ ഏറ്റവും അവസാനം മാനുഫാക്ചറിങ് അഥവാ സെക്കൻഡറി സെക്ടറിൽ. ഇനി ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾ. എന്ത് മാറ്റമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്തത്? നമുക്കറിയാം, they made favorable change in the case of infrastructure facilities. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ അവർ ഇന്ത്യക്കാർക്ക് അനുകൂലമായ മാറ്റമാണ് ഉണ്ടാക്കിയത്. ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് റെയിൽവേസ് ഇൻ 1850. 1850 ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. എന്ത് മാറ്റമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റെയിൽവേ ഇന്ത്യയിൽ ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ റെയിൽവേ കൊണ്ടുവന്നതോടുകൂടി ഇന്ത്യയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇറ്റ് ഹെൽപ്ഡ് us ടു ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ്. വളരെ ദീർഘദൂരം സഞ്ചരിക്കാൻ ഇന്ത്യക്കാർക്ക് സാധ്യമായത് റെയിൽവേ വന്നതിന് ശേഷമാണ്. മാത്രമല്ല, ഇറ്റ് കണക്റ്റഡ് മേജർ പ്രൊഡക്ഷൻ സെന്റേഴ്സ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഉൽപാദന കേന്ദ്രങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ റെയിൽവേ കൊണ്ട് സാധിച്ചു. ഇറ്റ് ലെഡ് ടു കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. രാജ്യത്തെ കാർഷിക മേഖലയെ കൊമേഴ്സ്യലൈസേഷൻ നടത്താൻ അഥവാ വാണിജ്യവൽക്കരിക്കാൻ റെയിൽവേ കൊണ്ട് സാധിച്ചു. ഇതൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. ഈ കൊമേഴ്സ്യലൈസേഷൻ ആത്യന്തികമായിട്ട് ബ്രിട്ടീഷുകാർക്കാണ് ഗുണം ചെയ്തത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിലേക്ക് നയിച്ചത് റെയിൽവേയുടെ വരവാണെന്ന് പറയേണ്ടി വരും. റെയിൽവേന്റെ വരവ് കൂടാതെ ഡെവലപ്ഡ് ഇൻലാൻഡ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. രാജ്യത്തെ ജലഗതാഗതവും അതുപോലെ തന്നെ കരയിലൂടെയുള്ള ഗതാഗതവും വളരെയധികം വികസിപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്കായി. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് വേർ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ഡെവലപ്ഡ് 1837. 1837 ഇന്ത്യയിൽ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിനെ നന്നായിട്ട് വികസിപ്പിച്ചെടുക്കുകയും അതിനെ പരിചയപ്പെടുത്തുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത ബ്രിട്ടീഷുകാരാണ്. പോർട്ട് ആൻഡ് ഹാർബേഴ്സ് വേർ ഡെവലപ്ഡ്. ഇന്ത്യയിലെ തുറമുഖം അതുപോലെ ചെറുതും വലുതുമായ തുറമുഖങ്ങളെല്ലാം വികസിപ്പിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ്ഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അത് നമുക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട്. അത് ലോകരാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അതിലൂടെ നമ്മൾ ട്രേഡ് വർദ്ധിപ്പിക്കുവാനും സഹായിച്ചിട്ടുണ്ട്. ദേ ഇംപ്രൂവ്ഡ് ഡൊമസ്റ്റിക് ട്രേഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആഭ്യന്തര വാണിജ്യം വളരെയധികം വികസിപ്പിക്കുകയുണ്ടായി. ആഭ്യന്തര വാണിജ്യം വികസിപ്പിക്കുന്നത് ഈ ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടത് കൊണ്ടാണ്. ടാറ്റയുടെ എയർലൈൻസ് ആയ ടാറ്റ എയർലൈൻസ് 1832 സ്ഥാപിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ വ്യോമയാന ചരിത്രത്തിൽ, എയർലൈൻസ് ചരിത്രത്തിൽ വലിയ മാറ്റമാണ് ടാറ്റ എയർലൈൻസ് കൊണ്ടുവന്നത്. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കാതലായ മാറ്റങ്ങളാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. വൈ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൽ ഇത്രയധികം താല്പര്യം പ്രകടിപ്പിച്ചത്? യഥാർത്ഥത്തിൽ റെയിൽവേ വികസനത്തിലൂടെ ഇന്ത്യയെ സഹായിക്കുകയായിരുന്നോ അവരുടെ ലക്ഷ്യം? തുടങ്ങിയ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരാം. ബൈ ദ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് they served their interest. They served the interest of Britain than welfare of India.
ഇന്ത്യയുടെ ക്ഷേമം എന്നതിനേക്കാൾ ബ്രിട്ടീഷുകാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുത്തത്. പ്രധാനമായിട്ടും അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ഇന്ത്യസ് ട്രേഡ് ഫേവറബിൾ ടു ബ്രിട്ടൻ. ഇന്ത്യയിലെ ട്രേഡ് വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ്. പക്ഷേ ബ്രിട്ടന് അനുകൂലമായ രീതിയിൽ ട്രേഡ് വർദ്ധിപ്പിക്കുക, വ്യാപാരം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. രണ്ടാമത്തത് ടു മൊബിലൈസ് ദെയർ ആർമി വിത്തിൻ ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക്, വിവിധ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ സൈന്യത്തെ വളരെ വേഗത്തിൽ എത്തിക്കുവാനും മറ്റുമായിരുന്നു റെയിൽവേ കൊണ്ടൊക്കെ അവർ ഉദ്ദേശിച്ചത്. ഇത്തരം ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തത്. അല്ലാതെ ഇന്ത്യയെ സെർവ് ചെയ്യുക എന്നതായിരുന്നില്ല. പക്ഷെ ആത്യന്തികമായിട്ട് അത് ഇന്ത്യയെ സഹായിച്ചു എന്നുള്ളതാണ്, അത് ചരിത്രമാണ്. ഈ ചാപ്റ്റർ ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുന്നു. അടുത്ത ചാപ്റ്ററുമായിട്ട് 3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും. തീർച്ചയായും നിങ്ങൾ ട്യൂൺ ചെയ്ത് വെയിറ്റ് ചെയ്യുക. ആവശ്യമുള്ള നോട്ട്സ് ചെയ്തെടുത്ത് പ്രാക്ടീസ് ചെയ്തെടുക്കുക. നിങ്ങളെ എക്സാമിന് സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾ കുറിപ്പ് എഴുതി വെക്കുക. തീർച്ചയായും നമുക്ക് വീണ്ടും കാണാം.